ഒച്ചെടുക്കളുടെ കട്ടപ്പ യജമാനൊന്നും പണിസരിച്ച് വരൂല, എറണാകുളത്ത് പോണെന്നാണ് അവന്മാര് പറഞ്ഞത്. അതേടോ, ഞാൻ ഇല്ലാത്തപ്പോ താനൊക്കെ പണിയെടുക്കണമെന്ന് നോക്കാനുള്ള എന്റെ സൈക്കോളജിക്കൽ മൂവായിരുന്നത് മനസ്സിലായ? യജമാൻ ബുദ്ധിനാശത്തെ തന്നെ നീട്ടാ. അതെ, എനിക്കിട്ട് ഇളക്കാണ്ട് ആ ബക്കറ്റിട്ട് ഇളക്കണോ കുഴി മന്തി തലയാ. പോരട്ടെ, ഷോ ജോക്കർ വന്നില്ലല്ല. ഞാൻ വന്നാ മതി. അയ്യോ അയ്യോ വേണ്ട, ഞാൻ ജോക്കറില്ലാതെ കളിച്ചോളാം. എന്റെ ഉമ്മക്കേരി കൊടുക്കേ എവിടെയാണ് ഒരു ഉമ്മ എന്നേ? ആ അങ്ങനല്ല, അങ്ങനെതാ. പോയോ? ഒരു ഉമ്മ എന്നിട്ട് പോ. ഞാൻ തന്നാ മതിയോ? അതുകൊണ്ട് ദാഹം തീരോ? പറയടോ ഗുലാബ് ജാമേ, പണിയെടുക്കടാ. നാളെ മുതൽ നീ പണിക്ക് വരണ്ട. അതിന് ഞാനും ചെയ്തില്ല. അതെ, നീ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ എന്തിനാണ് പിന്നെ നിനക്ക് തച്ച് കാച്ചു തന്നത്? ഞാൻ എന്ത് ചെയ്യാനാണ്? ഇവിടെ പണിയെടുക്കണ ആരെങ്കിലും ഉണ്ടാ? പണിയെടുക്കണ ഒരുത്തനെങ്കിലും ഉണ്ടല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണത്. അഭിനന്ദിച്ചേക്കാം. എന്താണ് ഇത്? ശങ്കരാചാര്യരുടെ കാൽപ്പാടുകളോ? അല്ല, ഇത് ക്രിസ്ത്യാനിയുടെ വീടല്ലേ? ഞാൻ തോമസ് കാൽപാദം ഉദ്ദേശിച്ചത്. ഈ വീടിന്റെ മുതലാളിയുടെ കാൽപാദം എന്റെ നെഞ്ചി പതിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശം? വലിയ ഉപകാരം. എന്നെ കുത്തുവാള ഇടിപ്പിച്ച നീയൊക്കെ അടങ്ങോളടാ. ഞങ്ങള് മാത്രം പണിയെടുത്തോതെയാ? അല്ലല്ലോ കൂടെ ബാലരമ വെച്ചിരിക്കാനല്ല. എടാ കുർക്കുറമൊറ, അവനുള്ളതിന്റെ പേരിലാണ് നമുക്ക് ഈ പണിയൊക്കെ കിട്ടുന്നത്. അല്ല, യജമാനല്ലേ അന്ന് പറഞ്ഞത് ഞാൻ കാരണമാണ് ഈ മുട്ടൻ പണിയൊക്കെ കിട്ടണമെന്ന്. ഓ, ആ പണിയെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കല്ലേ. അവനെ ലല്ലുവേ കിഡ്സ് റൂം അടിക്കാൻ വേണ്ടി ബാലരമ റെഫർ ചെയ്യല്ലേ? അയ്യോ, ഈ സൂത്രന്റെ ഓരോ സൂത്രങ്ങളെ. എടാ ലല്ലു, നീ ഇന്ന് കിഡ്സ് റൂമിൽ എന്തിന്റെ പടം വരക്കാന്നാ പറഞ്ഞേക്കണത്? മായാവിയുടെ. എന്നിട്ട് നീ ഇവിടെ ഇരുന്ന് ബാലരമ വായിച്ചിട്ട് ഓം ക്രീം കുട്ടിച്ചാത്താന്ന് പറഞ്ഞാല് മായാവി വന്ന് മുതലെടുക്കടാ. പോയി പണിയെടുക്കടാ. അപ്പൊ ഇതെന്തുട്ടാണ്? അന്തസ്. അതാണ് ലല്ലു. അല്ല, ഈ പടം പഠിച്ചു കഴിഞ്ഞ നിന്റെ പണി കഴിഞ്ഞാ നീ ടെക്സ്ചർ വർക്ക് ചെയ്യാത്തതാണ്. അതിന് പാഞ്ചിക്കുട്ട ആ കുമ്മിസ്റ്റാണ് എനിക്ക് പെയിന്റ് കൂട്ടി തരണ്ടേ? ആ, അവന്മാര് കൂട്ടി തന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് പെയിന്റ് കൂട്ടി തരാം. ചേട്ടൻ കൂട്ടി തരും. എനിക്ക് കൂട്ടി തന്നെ എന്താണ്? കൂട്ടി തരാന്ന്. കൂട്ടിത്തരൂ. കൂട്ടിത്തരാ. പാഞ്ചുകൂട്ടാ, ഒരുവിധ കുഴപ്പമില്ലാത്ത കുട്ടിയാണെങ്കിൽ എനിക്ക് കൂടി കൂടി തരും. പോയി പണിയെടുക്കടാ. ടെനി വിളിച്ചിട്ടുണ്ടേ? അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ എന്റെ വണ്ടി എടുത്തിട്ട് പോയിക്കോ. നിക്കാറുണ്ടേട്ടാ. അറിയുള്ളൂ. എന്താ ഒരു രഹസ്യം പറഞ്ഞ എന്നെ കുറിച്ചാണോ? നീ പോയെന്ന് ഇല്ല. നിന്നോട് പണിയെടുക്കാൻ പറഞ്ഞ പോയി പണിയെടുക്കടാ. എല്ലാ ബ്രഷ് ഓപ്പറേറ്റേഴ്സിന്റെയും ശ്രദ്ധക്ക്. ഈ വീടിന്റെ പാലുകാച്ചിന് ഇനി ഒറ്റാഴ്ചയെ സമയമുള്ളൂ. അതുകൊണ്ട് വെടിപക പോലെ പണി തീർത്തിരിക്കണം. ഇന്ത്യൻ പെയിന്റിംഗ് ആക്ട് IPC സെക്ഷൻ 93.5 റെഡ് എഫ് പ്രകാരം നിങ്ങൾ പാലിക്കേണ്ട 5 നിയമങ്ങൾ. റൂൾ നമ്പർ 1, പണി സമയത്ത് ആരും മൊബൈൽ ഉപയോഗിക്കരുത്. ഒറ്റ മിനിറ്റ്, ഇപ്പൊ തിരിച്ചു വിളിക്കാം. റൂൾ നമ്പർ 2, അലക് സൗണ്ട് എവിടെ നിന്ന് കേട്ടാലും തിരിഞ്ഞു നോക്കരുത്. അത് നിങ്ങളുടെ കായിക ശേഷി ദുർബലമാക്കും. റൂൾ നമ്പർ 3, നീറ്റ് ആൻഡ് ക്ലീൻ. തറയിൽ ഒരു തുള്ളി പെയിന്റ് പോലും വീഴരുത്. റൂൾ നമ്പർ 4, 5:30 ഒരുത്തനും പണി നിർത്തരുത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നീയൊക്കെ കൂടി പണിത് ഈ വീടും കൂടി എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കരുത്. എന്താടാ ഇത് കഞ്ഞുടിക്കാത്ത പോലെ? ഒന്ന് ഉഷാറായിട്ട് പറയടാ. ഹലോ പാഞ്ചിക്കുട്ടാ, പണിയൊക്കെ എങ്ങനെ പോകുന്നു? ഇങ്ങനെയൊക്കെയാണ് എല്ലാ പണിയും പോണത്.
അഞ്ചുകുട്ട വാതിലൊക്കെ പൂട്ടിയിട്ടൊക്കെ തീറ്റിച്ചു കൊല്ലാനുള്ള പരിപാടിയായിരിക്കുള്ളൂ. ബീഫ് സൂപ്പർ ഉണ്ടാ. നീ എടുക്കുന്ന ഓരോ ബീഫിന്റെ കഷ്ടത്തിനും നമ്മുടെ ജീവന്റെ വിലയുണ്ട്. കഴിക്കേ. കരിമീൻ സൂപ്പർ ഉണ്ടാ. അയ്യോ സാറേ, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. സാറെന്തിനാ ഞങ്ങളെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? ലല്ലുവിനോട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ തൊട്ടി പിള്ളേരുമായിട്ട് കൂട്ടുകൂടരുത്. കറക്റ്റ്. എന്നിട്ടും അവൻ നിങ്ങളോട് കൂട്ടുകൂടി. പിന്നീട് അങ്ങോട്ട് ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഒരു കാര്യം അവൻ അനുസരിച്ചിട്ടില്ല. ആയതിനാൽ നിങ്ങൾ പറഞ്ഞാൽ അവൻ അനുസരിക്കും. നിങ്ങൾ പറഞ്ഞാലേ അവൻ അനുസരിക്കും. അത്രേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യൂലേ? വെറുതെ പേടിച്ച് ടെൻഷൻ അടിച്ചൊരു ചെറുത് വെച്ചാലാ? അല്ല സാറ് എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞില്ല. എത്രയും പെട്ടെന്ന് ലല്ലുവിന്റെ കല്യാണം നടത്തും. ഇത്രയും നാൾ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് അവനത് നീട്ടിക്കൊണ്ട് പോവാ. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ നിങ്ങൾ കണ്ടെത്തി കൊടുക്കണം. അതിന് ആരായാലും ശരി, അവരോട് കൊമ്പനായിലെ ജോണിന്റെ മകനാണെന്ന് പറഞ്ഞാൽ മതി. കൊമ്പനായിലെ ജോണാരാന്ന് ചോദിച്ചെന്തോ എടോ പാഞ്ചി, എന്താ കൊമ്പ സാറേ? കൊമ്പസറാവാ. ഇനി ലല്ലുവിന്റെ കല്യാണം നടത്തുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാ. ഇതുവരെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായില്ല. ഇപ്പഴാ ജീവിതത്തിൽ ഒരു അർത്ഥമൊക്കെ ഉണ്ടായത്. സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ലല്ലുവിന്റെ കല്യാണം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ സുമലത ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ചുമതല. ആ അത് തന്നെ, ആ തല. സാറേ, ആ ചിക്കത്തിന്റെ പീസ് എടുക്കൂ. കയ്യെത്താണ്ടാണേ. ചിക്കൻ സൂപ്പർ ഉണ്ടോ? ആ തോക്കും കൂടിയാണ് മിണുങ്ങ്. ഹലോ പാജിക്കുട്ട, കണ്ണാപ്പിയാണ്. ഓ മനസ്സിലായി. എന്താ ഇന്ന് പണിയണ്ടാ? എങ്ങനെ? ഞാനിന്ന് ഫ്രീ ആണെന്ന്. എടാ, സെന്റ് റീസാസ് കോളേജിലാണ് പണി എന്നിട്ട് വിളിക്കണ 11ാമത്തെ നാറിയാണ്. വെച്ചിട്ട് പോടാ പോടാ മോറ. ലല്ലോടെ പോയത്. മാം, അവിടെ ബാത്റൂമില് അവിടെ ആരോ. പോഞ്ചിക്കുട്ടൻ, മിസ്റ്റർ പാഞ്ചി, വാട്ട് നോൺസെൻസ്. കുട്ടികളുള്ളപ്പോ ബാത്റൂമിലേക്ക് പേടിക്കാൻ ഇവരെ ആരാ പറഞ്ഞു വിട്ടത്? അതേത് നാറിയാണ്? ഇവനെങ്ങനെ ഇവിടെ എത്തി? നിന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ? ഐ വിൽ കോൾ ദി പോലീസ്. അയ്യോ അയ്യോ, ഒബ്ജക്ഷൻ യുവർ ഓർഡർ. മാഡം, എന്റെ ആത്മാർത്ഥയിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ് ഗോരി ഒഴിക്കരുത്. ഇത്രയും പെൺപിള്ളേര് വരുന്ന ബാത്റൂമാണിത്. അവരുടെ സുരക്ഷയെ മുൻനിർത്തി എന്റെ പ്രത്യേക താല്പര്യപ്രകാരം ഞാനാണ് ഇവനെ പ്രത്യേകം നിയമിച്ചത്. മാഡത്തിന് അറിയോ, ഇവൻ ജന്മനോ അനന്തനാണ്. അനന്തൻ. യെസ്, ഹി ഈസ് റിയലി ബ്ലൈൻഡ്. കണ്ണു കണ്ടുവിടുന്നു. കണ്ടാ നിശ്ചല ഛായാഗ്രഹണം കണ്ടാ. അയ്യോ സോറി മിസ്റ്റർ പാഞ്ചി, റിയലി സോറി. മോനെ സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ മാഡം. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. മണം പിടിച്ച് നീ ഇവിടം വരെ എത്തിയതാ ലെമട്ടി മോനെ. എന്നിട്ട് കിന്നാരത്തുമ്പിലെ ഡയലോഗ്. നിന്നെ ആരോടാ ഇങ്ങോട്ട് വിളിച്ചത്? ലല്ലുവിനൊരു കൂട്ടിന്. എന്നിട്ട് ലല്ലോടെ പാഞ്ചുക്കുട്ടൻ പപ്സ് കഴിക്കുന്നില്ലേ? കഴിക്കണമെന്നുണ്ട്, പക്ഷേ പല്ല് ഹംപ്ലേറ്റ് ഇളകിയിരിക്കുക. ഒരു കടി കടിച്ചാല് പല്ല് ഇളകി പപ്സിന്റെ കൂടെ അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തി നാളെ രാവിലെ എന്നെ നോക്കി ചിരിച്ചിരിക്കുന്ന സംശയം. പോരാ, കട്ട്ലറ്റ് പോരാ. സപ്ലൈ റോൾ ഇത് ശരിയായിട്ടില്ല. യൂണിറ്റ് ടീ ഓർ കോഫി? കോഫി. ഹലോ. യെസ്. അതെ, നിങ്ങളിത് ബീഫ് കട്ട്ലറ്റ് ആണെന്നല്ലേ പ്രസ്താവിച്ചത്? എന്നിട്ട് ഇതിൽ സവാളയുടെ ഉരുളക്കിഴങ്ങിന്റെ അതിപ്രസരം അല്ലാണ്ട് ഇറച്ചിനെ കുറിച്ച് അവിടെ പരാമർശിക്കണല്ലോ. ഇത് ഞാൻ ഉണരൂ ഉപഭോക്താവെ ഉണരൂല് കംപ്ലൈന്റ് ചെയ്യാൻ പോവാണ്. നോൺസെൻസ്. എന്താന്ന് ഞാൻ വെറുതെ വിൽക്കണേന്ന് ഇടിമേടിക്കൂട്ടില്ലടാ. അത് സപ്ലയർ അല്ല. അല്ലേ? നിങ്ങൾ കഴിക്കണില്ലേ? ചേട്ടാ ഒരു സ്ട്രോ തരോ? എന്തിനാടാ? ഈ ചായ കുടിക്കാൻ. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ നിന്നെ സ്ട്രോ ഇട്ട് കുടിപ്പിക്കും തോന്നണ്ട. എന്റെ ചായ എന്ത് ചേട്ടാ? കളിക്കണ അന്തോണീസ് പുണ്യാളാ, എൻ്റെ ലുലുമാളിൽ മാത്രം നല്ല ബിസിനസ് ഉണ്ടാവണേ. അയ്യേ എത്രയാ ഏട്ടാ? കണക്ക് കൂട്ടറിയാൻ പല്ലട്ടാ. എത്രയായി?
അതെന്റെ മനസ്സിൽ എന്താ തോന്നുന്നു അങ്ങോട്ട് തന്നോ. ചേട്ടൻ പറയട്ടാ. അല്ല നമ്മൾ തമ്മിൽ അങ്ങനെ കണക്കും കാര്യങ്ങളും വേണോ? ചേട്ടൻ കണക്ക് നോക്കിയേട്ടാ. ഇത് ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടാ ഒന്ന് നോക്കിയേട്ടാ. എന്തൊക്കെയാ കഴിച്ചത്? 2 കഷ്ണം പുട്ട്, ഒരു കടലക്കറി, ഒരു ചായ, പിന്നെ ഒരു ഏത്തപ്പഴം കൂടി ഉണ്ട്. ഈ തിരക്കിന്റെ ഇടയിൽ കൂടി പൈസയും കണക്കൊന്ന് പോവിടുന്ന്. വൈകിട്ട് ചായ കുടിക്കാൻ വരാൻ നിർത്തി തരാം. കണക്കൂട്ടി വെച്ചേക്ക്. ഇവന് വൈകുന്നേരം ചായ കുടിക്കാൻ വരുമോ? ചേട്ടാ 2 ചായ. ഒന്ന് എണീറ്റ് പോടാ അവിടുന്ന്. ഒരു ചായ വാങ്ങി മോന്തി മോന്തി വൈകുന്നേരം വരെ കറക്കാരെ കുറ്റം പറഞ്ഞ് ഇരുന്നോളൂ. ഇയാൾക്ക് എനിക്ക് എത്ര പൈസ രണ്ടെന്ന് വല്ല ബോധമുണ്ടോ? ഒരു പണിക്കും പോവില്ല. ചേട്ടാ കാശ് തരാൻ ആഗ്രഹമില്ല. എന്നിട്ടല്ല, വീട്ടിൽ ഭയങ്കര പട്ടിണിയാണ്. എന്റെ തന്തേന്ന് പറഞ്ഞ ഒരാഴ്ചയായി മടി പിടിച്ച് വീട്ടിൽ പണിക്ക് പോകാണ്ടിരിക്കണത്. എന്നാൽ അയാളുടെ ഭാര്യക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസക്കെങ്കിലും ഒക്കെ പണിക്ക് പോകാൻ പാടില്ല. അവസാനം ഞാൻ അപ്പൂപ്പനോട് പണിക്ക് പോകാൻ പറഞ്ഞു. 90 വയസ്സ് വരെ പട്ടറ പോലെ പണിയെടുത്തല്ലേ ഇനി പറ്റൂലെന്ന്. എന്തൊരു കഷ്ടമാണിത്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണെന്ന് അറിയാമോ? എടാ ശീമപ്പന്നി പോലെ വളർന്ന് ഇണക്ക് പണിക്ക് പോയിക്കൂടെ? അച്ഛനും അപ്പൂപ്പനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഓടിക്കൂലേ? തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ലല്ലോ. പണിക്ക് പോകാനൊരു അനിയനില്ലാത്തതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. ഓരോ ഉടായ്പായിട്ട് ഇറങ്ങിക്കോളൂ. തിന്നേന്റെ പൈസ ഉണ്ടോ? കണക്ക് എന്നാ ചേട്ടൻ കൂട്ടി പറ. എത്രയായി? ചേട്ടൻ പറഞ്ഞോന്നേ. എത്രയായി പറഞ്ഞോ, ഞങ്ങൾ തരാം. കണക്കൂട്ടി പറ. എന്നോടൊക്കെ ദൈവം ചോദിക്കടോ. ഇതെന്തെങ്ങനെ ഉടനെ മെമ്പർ അങ്ങോട്ട് കൊമ്പനായിലേക്കാ. കൊമ്പനായിക്കോ? ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് നീ നാട്ടുകാരുടെ മുഖത്ത് നോക്കാറില്ലല്ലോ. ഈ നാട്ടുകാരെങ്ങനെ നിന്റെ മുഖത്ത് നോക്കുന്നു? അത് പോട്ട മോനേട്ടേനി പോട്ട. എന്നാലും മയക്കു കൂടിയൊക്കെ വിളിച്ചു പറഞ്ഞ മോശമായിപ്പോയി. ഒരു ഹീറോസിന് വേണ്ടി 1-2 കഥ ഞാൻ ഉണ്ടാക്കി കാഴ്ചയും ചെയ്തായിരുന്നു. ചേട്ടാ എനിക്ക് 3 ചാറ്. എല്ലാവർക്കും ചാറ് മാത്രം മതി, കറി ആരും വാങ്ങില്ല. ചേട്ടാ ഞാൻ ചാറിലേ വെച്ചുള്ളൂ. ഇതിനകത്തൊരു പീസ് ഇത് തിരിച്ചെടുത്തോ. ആദ്യമായിട്ടാ ചാറ് വാങ്ങിയിട്ട് ഒരാൾ കഷ്ണം തിരിച്ചു തരുന്നത്. മോൻ കഴിച്ചോ? എത്ര ചേട്ടാ? ഹിന്റെ അടുത്ത കളി കാൽക്കുലേറ്ററാ. എന്തൊക്കെയാടാ കഴിച്ചത്? 2 കഷ്ണം പുട്ട്, 2 കഷ്ണം പുട്ട് 14, 2 പപ്പടം, 2 പപ്പടം 6, 2 പഴം, 6, ഒരു ചായ, ഒരു ചായ 8. മൊത്തം എത്രേ? 14,668 രൂപയെ. ഒന്ന് പോടാ മക്കളെ. തിന്ന പൈസ എന്നിട്ട് പോടോ.